ഇറാനെ ഭൂമുഖത്ത് നിന്നും തുടച്ചുമാറ്റുമെന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അന്താരാഷ്ട്ര കപ്പൽപാതകളിൽ അമേരിക്കൻ കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിടുകയാണെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്കോ ചരക്ക് കപ്പലുകൾക്കോ നേരെ ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാനിയൻ സായുധ ബോട്ടുകൾ അമേരിക്കൻ കപ്പലുകളെ പിന്തുടരുന്നതായും അവയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതായും പെന്റഗൺ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ സമ്മേളനത്തിലൂടെയും നിലപാട് വ്യക്തമാക്കിയത്. കടലിൽ അമേരിക്കൻ കപ്പലുകളെ ശല്യം ചെയ്യുന്ന ഏതൊരു ഇറാനിയൻ ബോട്ടുകളെയും വെടിവെച്ചു വീഴ്ത്താൻ താൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ പരമാധികാരത്തെയും സൈനികരെയും തൊട്ടുകളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഇറാൻ തീക്കള്ളികൊണ്ട് തലചൊറിയുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ഏറ്റവും മികച്ച ആയുധങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സൈനിക താവളങ്ങളുണ്ടെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ഇറാൻ ആരോപിച്ചു. തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ കടക്കുന്ന ഏത് വിദേശ കപ്പലുകളെയും പ്രതിരോധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് ഇറാന്റെ പക്ഷം. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സും അമേരിക്കൻ നാവികസേനയും തമ്മിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ പലപ്പോഴും നേർക്കുനേർ വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിന് ഇത് വഴിവെക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത്. 800ഓളം കപ്പലുകളും 20,000-ലേറെ കപ്പൽ ജീവനക്കാരുമാണ് നിലവിൽ ഗൾഫ് മേഖലയിലുള്ളത്. ഇനിയും വെടിനിർത്തൽ അനന്തമായി നീട്ടാതെ 30 ദിവസത്തിനകം ശാശ്വതമായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇറാനും രംഗത്തെത്തി. പുതുതായി യുഎസിന് സമർപ്പിച്ച 14 ഇന നിർദ്ദേശത്തിലാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ സംഘർഷം 30 ദിവസത്തിനകം തീർക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. നേരത്തെ യുഎസ് സമർപ്പിച്ച 9 നിർദ്ദേശം പൂർണ്ണമായി തള്ളിയാണ് പകരം തങ്ങളുടേത് അവതരിപ്പിച്ചത്. ഇറാനുമേൽ ഉപരോധങ്ങൾ അവസാനിപ്പിക്കുക, നാവിക ഉപരോധം നിർത്തുക, മേഖലയിലെ സൈന്യങ്ങളെ പിൻവലിക്കുക, ലബനനിലെ ഇസ്രായേൽ യുദ്ധം നിർത്തുക എന്നിവയെല്ലാം നിർദ്ദേശങ്ങളിലുണ്ട്. പാക് പ്രതിനിധി വഴിയാണ് യുഎസിന് മറുപടി ഇറാൻ അയച്ചത്. ഇതിന്റെ തുടർച്ചയായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഞായറാഴ്ച ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി. അസാധ്യമായ സൈനിക നടപടിക്കും ഇറാനുമായി മോശം കരാറിനുമിടയിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ ട്രംപ് നിർബന്ധിതരാണെന്ന് ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് കോർപ്സ് പ്രതികരിച്ചു. ഹോർമോസ് വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമോസ് കടലിടുക്ക് ഇറാൻ റിപ്പബ്ലിക്കിനെ അവകാശപ്പെട്ടതാണ്. ഹോർമോസിൽ തടയാൻ വരുന്ന യുഎസ് സേന കടൽക്കൊള്ളക്കാരാണെന്നും ഇനിയും തുടർന്നാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും സേനയും ശ്മശാനമാകുമെന്നും ഇറാൻ ഭീഷണി മുഴക്കി. യുഎസുമായോ ഇസ്രായേലുമായോ ബന്ധപ്പെട്ടതല്ലാത്ത കപ്പലുകൾക്ക് ടോൾ നൽകി ഹോർമോസ് കടക്കാമെന്നാണ് ഇറാന്റെ നിലപാട്. അതിനിടെ ഇറാൻ റിയാൽ വിനിമയ മൂല്യം കൂപ്പുകുത്തൽ തുടരുകയാണ്. അതേസമയം ലബനനിൽ ഇസ്രായേൽ ക്രൂരത തുടരുകയാണ്. 2 ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തടഞ്ഞ അംഗങ്ങളെ കോടതിയിൽ ഹാജരാക്കി. 2 പേരുടെ കസ്റ്റഡി 2 ദിവസം കൂടി ഇസ്രായേൽ കോടതി നീട്ടി. $220 ബില്യൺ വിലമതിക്കുന്ന എണ്ണയുമായി ഇറാനിയൻ സൂപ്പർ ടാങ്കർ യുഎസ് ഉപരോധം മറികടന്ന് ഏഷ്യ പസഫിക് മേഖലയിൽ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. നാഷണൽ ഇറാനിയൻ ടാങ്കർ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഹ്യൂജ് എന്ന കപ്പലാണ് ഉപരോധത്തെ വെട്ടിച്ച് 19 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി ലക്ഷ്യം കണ്ടതെന്ന് ടാങ്കർ ട്രാക്കിംഗ് സ്ഥാപനമായ ടാങ്കർ ട്രാക്കീസ്.കോം അറിയിച്ചു. കപ്പൽ നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് മറഞ്ഞ് സഞ്ചരിച്ചത് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്തോനേഷ്യയിലെ ലോബോക് കടലിടുക്ക് വഴി സഞ്ചരിച്ച കപ്പൽ റിയാവോ ദ്വീപ് സമൂഹത്തിന് സമീപം എണ്ണ എത്തിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാർച്ച് 20 മുതൽ തങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ നൽകുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റത്തെ ഇറാനിയൻ ടാങ്കർ പ്രവർത്തനരഹിതമാക്കിയിരുന്നു. ഉപഗ്രഹങ്ങളുടെയും യുഎസ് നാവികസേനയുടെയും കണ്ണുവെട്ടിക്കാൻ ഡാർക്ക് ആക്ടിവിറ്റി എന്നറിയപ്പെടുന്ന രീതിയാണ് കപ്പൽ സ്വീകരിച്ചത്. ശ്രീലങ്കയ്ക്ക് സമീപം വെച്ചാണ് കപ്പൽ അവസാനമായി സിഗ്നൽ നൽകിയത്. തുടർന്ന് ആഴ്ചകളോളം നിരീക്ഷണത്തിൽ നിന്ന് അപ്രത്യക്ഷമായ ടാങ്കർ ഇന്തോനേഷ്യയിലെ ലോബോക് കടലിടുക്ക് വഴി തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. കപ്പലിലുള്ള ഏകദേശം 1.9 മില്യൺ ബാരൽ അസംസ്കൃത എണ്ണയുടെ വിപണി മൂല്യം $220 ബില്യൺ ഉയരും. ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക സമ്മർദ്ദത്തിന് വലിയ തിരിച്ചടിയായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും ഉപരോധം വലിയ വിജയമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഈ ടാങ്കർ വിജയകരമായി കടന്നുപോയത് ആ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്നതായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടി. ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് ഏപ്രിൽ 13-നാണ് യുഎസ് നാവിക ഉപരോധം ആരംഭിച്ചത്. ഇറാന്റെ എണ്ണ വരുമാനം പൂർണ്ണമായും തടയുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഉപരോധം പരാജയമാണെന്നും ഇതിനോടകം 72 മണിക്കൂറിനുള്ളിൽ 52 കപ്പലുകൾ ഇത്തരത്തിൽ ഉപരോധത്തെ മറികടന്നതായും ഇറാൻ സ്റ്റേറ്റ് മീഡിയ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഉപരോധം ആരംഭിച്ചതിന് ശേഷം 41ഓളം കപ്പലുകൾ തടഞ്ഞു നിർത്തുകയോ പിന്തിരിപ്പിക്കുകയോ ചെയ്തതായി യുഎസ് സൈന്യം അവകാശപ്പെട്ടു. ഉപരോധം ഫലപ്രദമാണെന്നും ഇതുവരെ 40ഓളം കപ്പലുകളെ തടയാൻ കഴിഞ്ഞതിലൂടെ $4.8 ബില്യൺ നഷ്ടം വരുത്തിയെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.